കരഞ്ഞു മെഴുകിയത് ഈ രാജ്യത്തിനു വേണ്ടി കാവൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ മരിച്ചു വീണ് അവരുടെ ബോഡി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഞങ്ങളുടെ പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ച വാർത്ത വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ, ആ പരിപാടിയുടെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. കരയാൻ ഞാൻ വെറുമൊരു പെണ്ണല്ല, കാരിരുമ്പിന്റെ കരുത്തുള്ള വാക്കുകൾക്ക് മൂർച്ചയുള്ള ഒന്നിനെയും വകവയ്ക്കാത്ത പെണ്ണ്. ഞാൻ എന്തിനു കരയണം? തോൽക്കുമ്പോൾ പുറവിളിക്കാൻ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പ്രസ്ഥാനം BJP ഇതാ തല ഉയർത്തി നിൽക്കുന്നു. കേരളത്തിൽ BJP ഭരണത്തിന് കല്ല് പാകിയിരിക്കുന്നു. ഇതാ BJP അടുത്ത ഭരണം കയ്യിലേന്താൻ നിൽക്കുന്നു. പക്ഷെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനത്തിന്റെ ബലിദാനികൾക്കായി തേങ്ങിക്കരഞ്ഞിട്ടുണ്ട്. പാലക്കാട് തോൽപ്പിച്ചതിന് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിയ കളികൾക്കിടയിൽ തോറ്റുപോയതിന് ഞാൻ കരഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ്. കരഞ്ഞു മെഴുകിയത് ഈ രാജ്യത്തിനു വേണ്ടി കാവൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ മരിച്ചു വീണ് അവരുടെ ബോഡി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഞങ്ങളുടെ പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ച വാർത്ത വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ, ആ പരിപാടിയുടെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ശ്രീമാൻ ജയകൃഷ്ണൻ മാസ്റ്റർ, ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ശവശരീരം അത് കൈകൾ കൊണ്ട് വാങ്ങാൻ സാധിക്കാതെ നിരവധിയായിട്ടുള്ള വെട്ടുകൾ വെട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും ഇറ്റിറ്റ് വീണപ്പോൾ അന്ന് കരഞ്ഞിട്ടുണ്ട്. അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ജയകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി യുവമോർച്ചയിൽ മുഴുവൻ സമയ പ്രവർത്തകയായി തീരുമാനമെടുത്ത് അത് പാർട്ടിയോട് പറഞ്ഞു. ആ സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളൊക്കെ ചിരിക്കുന്ന സമയമാണ്. ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവിടെ നീണാൾമാണ് ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത മമതാ ബാനർജിയുടെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ബംഗാൾ നമ്മൾ പിടിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി വരിയിൽ നിന്ന് പോയില്ലേ? ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നാവ് ഉയർത്തിയത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ കഴിഞ്ഞകാല മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെ ഒരു ഭയപ്പാടുമില്ലാതെ പ്രസംഗിക്കാൻ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് കരഞ്ഞു മെഴുകുന്നത്? അടുത്ത് കേരളത്തിന്റെ ഭരണമാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ആ ഭരണം പിടിക്കാൻ നമ്മൾ സജ്ജരാകും. അതിന് ശക്തമായിട്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാർ തയ്യാറാകണം എന്ന് പറയാനാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഇനി ഒന്നുകൂടി പറയുന്നു. പാലക്കാട് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശോഭ എങ്ങും പോകുന്നില്ല. പാലക്കാടിന്റെ മുക്കിലും മൂലയിലും കാവൽ MLA ആയി താനുണ്ടാകും. ഒരു സ്ത്രീയെ ഹീനമായ രീതിയിൽ അവഹേളിച്ച സമൂഹവും മാധ്യമ പടകളും, പക്ഷെ അവരോടൊന്നും ഒരു പരിഭവവും ശോഭാ സുരേന്ദ്രനില്ല. സന്തോഷിക്കാൻ തന്റെ മുന്നിലുള്ള നിരവധി കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. സനാതനത്തെ അവഹേളിച്ചവരുടെ പരാജയം കണ്ടു. മമതയെ തൂത്തെറിഞ്ഞ നരേന്ദ്രമോദി കരുത്തനായി. ഇവിടെ എനിക്ക് ചിരിക്കാനേ നേരമുള്ളൂ, കരയാൻ നേരമില്ല. ഇതാണ് പെണ്ണ്. വെറുമൊരു രാഷ്ട്രീയക്കാരി അല്ല ശോഭാ സുരേന്ദ്രൻ. കളിയാക്കുന്നവരുടെ മുന്നിൽ പോലും ചങ്കു വിരിച്ചു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ അവിടെയും ഉയർത്തിപ്പിടിക്കുന്നത് തന്റെ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസമാണ്. ഇതുപോലൊരു കരുത്തായി ഒരു കേന്ദ്രമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരും എന്നുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. ഒപ്പം ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ ഒഴിവിൽ മത്സരിക്കാനും സാധ്യത. താമര ശോഭയുള്ള നാരികൾ അവർ കേരളത്തിന്റെ മുൻനിരയിൽ വേണം. ന്യൂസ് ഡെസ്ക് കർമാസ്.